ഹോംലി കിച്ചൺ. നമുക്ക് എള്ളുണ്ട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ള എള്ളാണ് എടുത്തിട്ടുള്ളത്. കറുത്ത എള്ള് വേണമെങ്കിലും ഉപയോഗിക്കാം, രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. എള്ള് ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പാണ് അളന്നെടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 100 ഗ്രാം വരത്തില്ല, 100 ഗ്രാമിലും കുറവായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ എത്രയാണോ എള്ള് എടുക്കുന്നത് അതിൻ്റെ കൃത്യം പകുതിയാണ് ശർക്കര എടുക്കേണ്ടത്. അതിൽ കൂടുതൽ വേണമെങ്കിലും മധുരത്തിനെടുക്കാം. പക്ഷെ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ടെക്സ്ചറിലായിട്ട് കിട്ടും. അപ്പം ഞാനിവിടെ 1/2 കപ്പ് എള്ളിന് 1/4 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഒന്ന് ചീകിയോ ചെറുതായിട്ട് കട്ട് ചെയ്തോ എടുത്തിട്ട് ഇങ്ങനെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് വേണം. പിന്നെ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് വളരെ കുറച്ച് വെള്ളം. അപ്പോൾ 1/4 കപ്പ് ശർക്കരയ്ക്ക് നമുക്ക് 2-3 ടീസ്പൂൺ വെള്ളം വേണ്ടി വരും. പിന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഈ പാനിയുടെ കറക്റ്റ് ടെക്സ്ചർ അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കറക്റ്റ് പരുവാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ വെള്ളം എടുത്തു വെക്കണം. ആദ്യം നമുക്ക് എള്ളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം എള്ള് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. ഇതിൻ്റെ കറക്റ്റ് നമുക്ക് പരുവം അറിയാനായിട്ട് ഇങ്ങനെ എള്ള് കുറച്ച് സമയം ചൂടായി വരുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും. അതുവരെ ഇത് ചൂടാക്കി എടുക്കുക. നമ്മൾ അഥവാ ഈ സ്റ്റെപ്പ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ എള്ളിന് വലിയ മണവും കാണത്തില്ല, സ്വാദും കുറവായിരിക്കും, നല്ല ക്രിസ്പി ആയിട്ട് എള്ളുണ്ട ഇരിക്കത്തുമില്ല. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് തീർച്ചയായിട്ടും ഒഴിവാക്കാതെ ചെയ്യുക. ഏകദേശം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1-2 മിനിറ്റായി. ചെറുതായിട്ട് പൊട്ടി തുടങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഫ്ലെയിം കഴിവതും ഈ സമയത്ത് നന്നായിട്ട് കുറച്ച് വയ്ക്കുക. നന്നായിട്ട് പൊട്ടി സൗണ്ട് കേൾക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു നിറം മാറിയാൽ മതി, ഒരുപാട് കളർ മാറരുത്. ഒരു ചെറിയൊരു മണവും വരും. അതുവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. എടുത്തു വച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം, ഒരു 2-3 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഉരുകി കിട്ടണം. ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് ഉരുകി കിട്ടിയാൽ മതി. ശർക്കര ഉരുകി കഴിഞ്ഞ ഉടനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഈ ശർക്കരയിൽ ചെറിയ അഴുക്കെല്ലാം കാണും, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ആ പാൻ ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്ക് ചൂടാക്കാനായിട്ട് വയ്ക്കാം. എന്നിട്ട് കഴിവതും ഇത് കുറച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. വെച്ചിട്ട് ഈ ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കര പാന് നന്നായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടണം. ഇതിൻ്റെ പരുവ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കുറച്ച് തണുത്ത വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു തുള്ളി ഈ വെള്ളത്തിൽ നമ്മൾ ഒരു തുള്ളി ശർക്കര പാനി ഒഴിച്ചു നോക്കുമ്പോൾ അത് അതിനകത്ത് മിക്സായി പോവാതെ സോഫ്റ്റ് ബോൾ കൺസിസ്റ്റൻസി എന്ന് പറയും. അതായത് ആ ശർക്കര പാനി നമ്മൾ കയ്യിലെടുത്ത് ഉരുട്ടാനായിട്ട് നമുക്ക് പറ്റണം. ചെറുതായിട്ട് ഒരുപാട് കട്ടിയായി പോകരുത്, ചെറിയതായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ട് ഒരു ബോളായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ആ പരുവത്തിൽ വേണം ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കഴിവതും ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ ഈ സ്റ്റെപ്പ് ചെയ്യുക. ഇതിപ്പം ഒരു 2-3 മിനിറ്റ് ചൂടായിട്ടുണ്ട്. ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ കട്ടിയായി കിടക്കുന്നില്ല, വെള്ളത്തിൽ അലിഞ്ഞു പോവുകയാണ്. ഇത് നമ്മുടെ പരുവമായിട്ടില്ല. കുറച്ച് സമയം കൂടെ നമുക്ക് നന്നായിട്ട് ചൂടാക്കേണ്ടി. നമുക്കിത് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഒരു തുള്ളി ഒഴിച്ച് നോക്കാം. നമുക്ക് അറിയാൻ പറ്റും, ഒരു സെക്കൻഡ് ഇത് കിടക്കുകയാണെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് അലിഞ്ഞു പോകാതെ ഇത് നമുക്കൊരു ചെറിയ ഉരുളയായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ കിടക്കും. നേരത്തെ ഉള്ളത് നന്നായിട്ട് അലിഞ്ഞു പോവായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ. ഇങ്ങനെ ഒരു ബോളാക്കി എടുക്കാൻ നമുക്ക് പറ്റണം. ഈ സമയത്ത് ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. കഴിവതും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ. ഇനി ഉടനെ തന്നെ നമുക്ക് നെയ്യും എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് എള്ള് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ സ്പീഡിൽ ചെയ്യേണ്ട കാര്യമാണ്.
എല്ലാം ഒന്ന് എല്ലായിടത്തും മിക്സ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഇത് ശക്തിക്ക് തന്നെ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാം കഴിവതും പെട്ടെന്ന് ചെയ്യുക. അപ്പോൾ നമ്മളിത് എടുത്ത സമയത്ത് അഥവാ കുറച്ച് എള്ള്, ഇതിപ്പോൾ എല്ലാം എനിക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ എല്ലാ എള്ളും പാത്രത്തിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നീറ്റായിട്ട് എടുക്കാൻ പറ്റും. ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ, അധികം ചൂട് മാറുന്നതിന് മുമ്പാണ് നമുക്ക് എള്ളുണ്ട ഉരുട്ടിയെടുക്കേണ്ടത്. ഇപ്പം ശരിക്കും ജോലി ചെയ്യുന്നവർക്ക് ഈ ചൂട് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. ഇതിപ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചൂട് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കുറച്ച് ചെറിയ ഉരുള എടുക്കുക, കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഒരെണ്ണം കൂടെ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. കുറച്ചെടുക്കുക, കൈ കൊണ്ട് ശരിക്കും ഒന്ന് ഉരുട്ടി വെച്ചിട്ട് രണ്ട് കൈ കൊണ്ടും ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ഉരുട്ടിയിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. കഴിവതും ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് തയ്യാറാക്കി എടുക്കുക. ഇല്ലെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. റൂം ടെമ്പറേച്ചർ ആയിട്ട് ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹാർഡായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. എല്ലാ എള്ളുണ്ടയും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയുമാണ്. അതുപോലെ കുട്ടികൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഗുണകരവുമാണ്. നമ്മൾ ഇതിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അത് കുട്ടികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കുക. പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിവിടെ ശർക്കര എള്ളിൻ്റെ പകുതി അളവാണ് എടുത്തിട്ടുള്ളത്. കൃത്യം നല്ലൊരു മധുരം കാണും. കുറച്ചും കൂടെ മധുരം വേണമെന്നുള്ളവർക്ക് ശകലം കൂടെ ശർക്കര ചേർക്കാം. പക്ഷേ ഈ സോഫ്റ്റ് ബോൾ കൺസിസ്റ്റൻസി ആകുന്നത് വരെ ശർക്കര പാനി കുറുക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്കിതുപോലെ ഉണ്ട പിടിക്കാൻ പറ്റത്തില്ല. വെറുതെ കോരി കഴിക്കുന്ന ഒരു പരുവത്തിലേ കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.